Dear students, welcome to English class. Today we are going to start the second unit titled Heights of Harmony. Heights of harmony means heights of unity or heights of agreement in action, opinion, feeling, etc. ഐക്യത്തിൻ്റെ ഉയരങ്ങളിൽ അല്ലെങ്കിൽ യോജിപ്പിൻ്റെ ഉയരങ്ങളിൽ എന്നൊക്കെയാണ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന യൂണിറ്റിൻ്റെ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ദിസ് യൂണിറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കോട്ട്. ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ യൂണിറ്റ് ആരംഭിക്കുന്നത്. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നെസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻഡ് ഈദൻ ലൈക്ക് ദ ഹെവൻ എബോവ്. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നെസ്, കാരുണ്യത്തിൻ്റെ ചെറിയ പ്രവർത്തനങ്ങൾ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ചെറിയ വാക്കുകൾ. മേക്ക് അവർ എർത്ത് ആൻഡ് ഈഡൻ, അത് നമ്മുടെ ഭൂമിയെ ഒരു ഈഡൻ, ഈഡൻ മീൻസ് പാരഡൈസ്, സ്വർഗമാക്കി മാറ്റുന്നു. ഏതുപോലെ? ലൈക്ക് ദ ഹെവൻ എബോ, മുകളിലുള്ള യഥാർത്ഥ സ്വർഗം പോലെ. റിട്ടൺ ബൈ ഓർ സെഡ് ബൈ ജൂലിയ എഫ് കാർണി. The first chapter of the second unit is a poem titled Mending Wall by Robert Frost. Okay, about the poem Mending Wall by Robert Frost. നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കവിതയാണ്. മെൻഡിങ് വാൾ എന്നാണ് അതിൻ്റെ പേര്. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് അത് എഴുതിയിട്ടുള്ളത്. About the poem, what the poem talks about. Mending Wall by Robert Frost is a narrative about two neighbors. രണ്ട് അയൽവാസികളെക്കുറിച്ചുള്ള ഒരു നരേറ്റീവാണ്, ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ കവിത പറയുന്നത്. ഹു മീറ്റ്, ആ നെയ്ബേഴ്സ് കണ്ടുമുട്ടുന്നു എവറി സ്പ്രിങ്, എല്ലാ സ്പ്രിങ് സീസണിലും, ടു റിപ്പയർ ദ സ്റ്റോൺ വാൾ, ഒരു കല്ലുകൊണ്ടുള്ള മതിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഡിവൈഡ്സ് ദെയർ പ്രോപ്പർട്ടീസ്, ആ മതിൽ അവരുടെ ലാൻഡിനെ, അവരുടെ സ്വത്തിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഈസ്, ഈ കവിതയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഈസ് വെദർ ഇറ്റ് ഈസ് വൈസ് ടു ഇറക്റ്റ് വാൾസ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് മനുഷ്യന്മാർക്കിടയിൽ ഒരു മതിൽ ഉണ്ടാക്കിയെടുക്കേണ്ട, മനുഷ്യന്മാർക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനിടയിൽ ഒരു മതിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരാവശ്യമുണ്ടോ, അതൊരു യുക്തിയുള്ള ഒരു കാര്യമാണോ എന്നാണ് ഈ കവിത എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് പറയുന്ന ഈ കവിത പറയുന്നുണ്ട്, ഈ കവിത നമ്മളോട് പറയുന്നത് ടു ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഫെലോ ബീയിങ്സ് എന്നാണ്. അതായത് നമ്മുടെ സഹജീവികളോട് എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം എന്ത് ചെയ്യുക, നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഏതിലൂടെ? ത്രൂ ഫെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്, സൗഹാർദ്ദത്തിലൂടെയും അതുപോലെ തന്നെ സഹിഷ്ണുതയിലൂടെയും നമ്മുടെ ഫെലോ ബീയിങ്സ്, സഹജീവികളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളർത്തിയെടുക്കേണ്ടതുണ്ട്, വികസിപ്പിച്ചെടുക്കേണ്ടത് എന്നും കൂടി ഈ കവിത നമ്മളോട് ചർച്ച ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ പോം. മെൻഡിങ് വാൾ is a meaningful poem by American well-known poet Robert Frost. Mending wall means repairing wall, മതിൽ നന്നാക്കുക എന്നാണ്. What is the theme of the poem? Actually we discussed earlier. എന്താണ് ഇതിൻ്റെ തീം? To develop a positive attitude towards fellow beings through fraternity and tolerance. സഹിഷ്ണുതയിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും നമ്മുടെ സഹജീവികളോട് നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുക. This poem asks a question: Is a wall necessary to maintain a good relation among human beings? അല്ലെ, ഈ ഒരു കവിതയിലൂടെ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ് ഈ കവിത നമ്മളോട് ചോദിക്കുന്നത്. എന്ത്? മനുഷ്യർക്കിടയിൽ നല്ല ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ, ഒരു മതിൽ ആവശ്യമാണോ? ഓക്കെ, ആക്ച്വലി മതിലിൻ്റെ ഉപയോഗം എന്താണ് നമുക്കറിയാം അല്ലേ. എ വാൾ സെപ്പറേറ്റ്സ് ടു തിങ്സ്. എ വാൾ ഈസ് എ ബാരിയർ ബിറ്റ്വീൻ ടു ലാൻഡ്സ്, ബിറ്റ്വീൻ ടു പ്രോപ്പർട്ടീസ്. രണ്ട് ലാൻഡുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് പ്രോപ്പർട്ടികൾക്കിടയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ബാരിയർ, ഒരു തടസ്സമാണ് വാൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു ഇവിടെ വാൾ എന്ന് പറയുന്ന വേർഡ് ഈസ് യൂസ്ഡ് ആസ് എ സിമ്പൽ, ഒരു പ്രതീകമായിട്ടൊരു സിമ്പലായിട്ട് വാൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.
സെപ്പറേഷൻ ഓർ ഡിസ്റ്റൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യർക്കിടയിലുള്ള മനുഷ്യൻ്റെ മനസ്സുകൾക്കിടയിലുള്ള അകലം അല്ലെങ്കിൽ വിവേചനം അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നൊക്കെയാണ് ഇവിടെ ദ സിംബോളിക് മീനിങ് ഓഫ് ദ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ, that sends a frozen ground swell under it and spills upper boulders in the sun and makes gaps even two can pass abreast. Something there is that doesn't love a wall. Something in the nature doesn't like the presence of the wall. Who is the speaker here? Poet Robert Frost. The speaker says that something in the nature doesn't like the presence of the wall. പ്രകൃതിയിലുള്ള എന്തോ ഒന്ന് മതിലിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഏത് മതിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ദ സ്പീക്കർ, ദ പോയറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ വാൾ ബിറ്റ്വീൻ ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ഹിസ് നെയ്ബർ. അതായത് പോയറ്റ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും ഇടയിലുള്ള അവരുടെ ലാൻഡിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു മതിലുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നു. ആ മതിലിനെ കുറിച്ചിട്ട് പറയുന്നു. ആ മതിൽ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? അത് പൊളിഞ്ഞു വീഴാറുണ്ട്, നശിച്ചു പോകാറുണ്ട്, കല്ലുകൾ അടർന്നു വീഴാറുണ്ട്. അപ്പോൾ ആ മതിലിനെ കുറിച്ചിട്ട് പോയറ്റ് പറയുന്നു, സ്പീക്കർ പറയുന്നു, അത് വീഴാനുള്ള കാരണം ഫസ്റ്റ് റീസൺ പറയുന്നു, സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള എന്തോ ഒന്ന് മതിലിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ്, അത്, ഏത്, എന്തോ ഒന്ന്. ഇവിടെ എന്തോ ഒന്ന് എന്ന് പറയാൻ കാരണം ദാറ്റ് ഈസ് അൺനോൺ അല്ലേ? അതിന് ആ എന്തോ ഒന്നെന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയില്ലല്ലോ. അറിയാത്തതുകൊണ്ടാണ് നമ്മൾ സംതിങ് എന്നിവിടെ പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലുള്ള എന്തോ ഒന്ന് മതിലിനെ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ്, അത്, സെൻസ്, അയക്കുന്നു അല്ലെങ്കിൽ മേക്സ്, ഉണ്ടാക്കുന്നു. എന്ത്? എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ. ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലെ ഗ്ലോസറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ എന്ന് പറഞ്ഞാൽ എ വൈബ്രേഷൻ ദാറ്റ് ഷേക്സ് ദ വാൾ. മതിലിനെ കുലുക്കുന്ന ഒരു വൈബ്രേഷൻ എന്ത് ചെയ്യുന്നു? ആ ഒരു സംതിങ് എന്ത് ചെയ്യുന്നു? അയക്കുന്നു. എങ്ങോട്ട്? അണ്ടർ ഇറ്റ്, ആ മതിലിൻ്റെ അടിയിലേക്ക്. അങ്ങനെ എന്താ സംഭവിക്കുക? മതിലിൻ്റെ അടിഭാഗത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ, മതിലിൻ്റെ അടിഭാഗത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് വിൽ ഹാപ്പൻ. യെസ്, അതുതന്നെയാണ് അടുത്ത ലൈന് പറയുന്നത്. ആൻഡ് സ്പിൽസ്, വീഴുന്നു, ഫോൾസ്, വീഴുന്നു. ദ അപ്പർ ബൗൾഡേഴ്സ് മീൻസ് ദ സ്റ്റോൺസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വാൾ അല്ലേ? മതിലിൻ്റെ മുകളിലുള്ള കല്ലുകൾ വീഴുന്നു. അപ്പർ ബൗൾഡേഴ്സ്, മതിലിൻ്റെ മുകളിലുള്ള കല്ലുകൾ വീഴുന്നു. ഇൻ ദ സൺ, എവിടെ? പുറത്തേക്ക്, വെയിലത്ത് വീണ് കിടക്കുന്നു അല്ലെങ്കിൽ വീണു പോകുന്നു. ആൻഡ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആൻഡ് മേക്സ് ഗ്യാപ്സ് even two can pass abreast. There forms a big gap in which or through which two can pass easily എന്നാണ് ആ ലൈന് പറയുന്നത്. അതായത് ആ മതിലിൻ്റെ മുകളിൽ നിന്ന് കല്ലുകൾ വീഴുന്നതിൻ്റെ ഫലമായിട്ട് ആ മതിലിൽ എന്തുണ്ടാകുന്നു? ഗ്യാപ്സ്, വിടവുകൾ ഉണ്ടാകുന്നു. എങ്ങനെയുള്ള വിടവുകളാണ്? ഈവൻ ടു ക്യാൻ പാസ്, രണ്ടാളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന എബ്രസ്റ്റ് ടുഗെദർ, ഒരുമിച്ചുകൊണ്ട്. എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടുഗെദർ, ഒരുമിച്ചുകൊണ്ട്. അപ്പം രണ്ടാളുകൾക്ക് ഒരേ സമയം ഒരുമിച്ച് കൊണ്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ നരേറ്റർ ഓഫ് ദ പോം, ഈ കവിതയിലെ നരേറ്റർ അതായത് പോയറ്റ് സ്പീക്കർ, ബിലീവ്സ് ദാറ്റ്, വിശ്വസിക്കുന്നു, സംതിങ് മിസ്റ്റീരിയസ്, എന്തോ നിഗൂഢമായ ഒന്ന്, ഡസ് നോട്ട് ലവ് ദ വാൾ, മതിലിനെ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഡിവൈഡ്സ്, ആ മതിൽ, ഏത് മതിലാണ് പറയുന്നത്? ദാറ്റ് ഡിവൈഡ്സ്, ആ മതിൽ വിഭജിക്കുന്നു. ദ ലാൻഡ് ഓഫ് ദ ടു ഫാമേഴ്സ്, രണ്ട് കർഷകരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ എന്തോ നിഗൂഢമായ ഒന്ന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദ ഗ്രൗണ്ട് സ്വെൽസ് ആൻഡ് ദ സ്റ്റോൺസ് ഓഫ് ദ ഫോൾ ഡൗൺ, അതായത് മതിലിൻ്റെ അടിഭാഗത്തൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. അത് ഉണ്ടാക്കുന്നത് ആരാന്നറിയില്ല, സംതിങ്, ഏതോ ഒന്നാണ് ഉണ്ടാക്കുന്നത്. വൈബ്രേഷൻ ഉണ്ടാകുന്നു, കല്ലുകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴുന്നു. മേക്ക് ഗ്യാപ്സ്, അവിടെ മതിലിൽ ഗ്യാപ്പുകൾ ഉണ്ടാകുന്നു. വിച്ച് ആർ ബിഗ് ഇനഫ്, ആ ഗ്യാപ്പുകൾ വളരെ വലുതാണ്. ഫോർ ടു പീപ്പിൾ ടു പാസ് ടുഗദർ, രണ്ടാളുകൾക്ക് ഒരേ സമയം നടന്നു പോകാൻ കഴിയുന്ന ഒരു ഗ്യാപ്പ് ആ മതിലിൽ ഉണ്ടാകുന്നു. തൊട്ടപ്പുറത്ത് അതിൻ്റെ വേർഡ് മീനിങ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സ്
കൊടുത്തിട്ടുണ്ട്. സ്വെൽ, ബിക്കം ലാർജർ ഓർ റൗണ്ടർ, സ്പിൽ എന്ന് പറഞ്ഞാൽ വീഴുക, ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ റോക്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് കല്ലുകൾ, എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ്, ടുഗദർ ഒരുമിച്ചുകൊണ്ട്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. വേട്ടക്കാരുടെ പ്രവർത്തനം മറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു, സ്പീക്കർ പറഞ്ഞു, സംതിങ് ഇൻ ദ നേച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വാൾ. മതിൽ തകരാനുള്ള കാരണക്കാർ ഒന്നെന്താണ്? കാരണം എന്താ? ഒന്ന്, സംതിങ് ഇൻ ദ നേച്ചർ, പ്രകൃതിയിലുള്ള എന്തോ ഒന്ന്. സെക്കൻഡ്ലി ഹി സേസ്, ദ സ്പീക്കർ സേസ് ദാറ്റ് ഹണ്ടേഴ്സ് വർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വാൾ. രണ്ടാമതായിട്ട് പറയുന്നു, ആ മതിലിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തു കൂടെ നടന്നു പോകുന്ന വേട്ടക്കാർ കൂടി ആ മതിൽ തകരാൻ കാരണക്കാരാണ്. അതാണ് ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ് എന്ന് പറഞ്ഞാൽ, ആ വേട്ടക്കാരുടെ ജോലി അല്ലെങ്കിൽ പ്രവർത്തനം മറ്റൊരു കാര്യമാണ്, മറ്റൊരു കാരണമാണ്. എന്തിന്? ടു ഡിസ്ട്രോയ്, മതിൽ തകരാനുള്ള കാരണമാണ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മേഡ് റിപ്പയർ. ഞാൻ അവർക്ക് പിന്നാലെ വരികയും ഞാൻ ആ മതിൽ നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്ത് കണ്ടു? പോയിട്ട് പറയുന്നു, ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ഒരു കല്ലിൻ്റെ മുകളിൽ മറ്റൊരു കല്ല് അവശേഷിക്കാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ ഹാവ് ഡിസ്ട്രോയിഡ് ദ വാൾ. അവർ ആ മതിൽ നശിപ്പിച്ചിട്ടുണ്ട്. സംടൈംസ് ദ വാൾ ഈസ് സോ ഡാമേജ്ഡ് ദാറ്റ് വൺ സ്റ്റോൺ ഓൺ ദ ടോപ്പ് ഓഫ് അതർ കാൺ ബി സീൻ. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ടോ, ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. മാത്രമല്ല, അങ്ങനെ എന്തിനാണ് അവർ അങ്ങനെ ഒരു മതിൽ, അങ്ങനെ ആ ഒരു രീതിയിൽ മതിലിനെ നശിപ്പിക്കാൻ കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ വൈൽഡ് റാബിറ്റ്സ് ഫ്രം ദ ഹോൾസ് ഓഫ് ദ വാൾ. ആ മതിലിൻ്റെ മാളങ്ങളിൽ, പൊത്തുകളിൽ ഒളിച്ചു നിൽക്കുന്ന കാട്ടുമുയലുകളെ പിടിക്കാൻ വേണ്ടി. ദേ വുഡ് ഹാവ് ദ റാബിറ്റ്. അവർ ആ മുയലുകളെ പിടിച്ചിട്ടുണ്ട്. ഏത് കാട്ടുമുയലുകളെ പിടിച്ചിട്ടുണ്ട്? ഔട്ട് ഓഫ് ഹൈഡിങ്, അവയുടെ ആ ഒളിത്താവളങ്ങളിൽ നിന്നും, ആ മതിലിൽ ഒളിച്ചു നിൽക്കുന്ന പൊത്തുകളിൽ നിന്നും മാളങ്ങളിൽ നിന്നും കാട്ടുമുയലുകളെ പിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നെക്സ്റ്റ് സ്റ്റാൻസയിൽ നെക്സ്റ്റ് ലൈനായിട്ട് വരുന്നുണ്ട്, ടു പ്ലീസ് ദെയർ ബാർക്കിംഗ് ഡോഗ്സ്, അല്ലേ? ടു പ്ലീസ് ദ എൽപ്പിംഗ് ഡോഗ്സ്, ടു പ്ലീസ് ദ എൽപ്പിംഗ് ഡോഗ്സ്. അവരുടെ കുരക്കുന്ന, എൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബാർക്കിംഗ് ഡോഗ്സ് എന്നാണ്. അവരുടെ കുരക്കുന്ന ഡോഗ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനവർ പിടിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ എന്തുണ്ടാകും? ഹണ്ടിങ് ഡോഗ്സ്, വേട്ടനായ്ക്കൾ ഉണ്ടാകും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ മുയലുകളെ അവർ മതിൽ നശിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക സ്റ്റാൻസയുടെ. ഹണ്ടേഴ്സ് ഓൾസോ ഡിസ്ട്രോയിഡ് ദ വാൾ. വേട്ടക്കാരും മതിൽ നശിപ്പിച്ചു. ദ നരേറ്റർ ഓഫ് ദ പോം, ഈ നരേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാസ് ചേസ്ഡ് ദ ഹണ്ടേഴ്സ് മെനി ടൈംസ്. പല പ്രാവശ്യങ്ങളിലും ഈ ഹണ്ടേഴ്സിനെ പിന്നാലെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്, പിന്നാലെ വന്നിട്ടുണ്ട്. ഹു യൂസ് ടു റൂയിൻ എന്നാണ് നശിപ്പിക്കുക. ആ വേട്ടക്കാർ നശിപ്പിച്ചിട്ടുണ്ട് ദ വാൾ, മതിലിനെ. ടു ക്യാച്ച്, പിടികൂടാൻ വേണ്ടി. ആരെ? ഹൈഡിങ് റാബിറ്റ്സ്, ഒളിച്ചിരിക്കുന്ന മുയലുകളെ. ആ മതിലിൻ്റെ പൊത്തുകളിൽ ഒളിച്ചിരിക്കുന്ന മുയലുകൾ. എന്തിനു വേണ്ടി? ഫോർ പ്ലീസിങ് ദ ബാർക്കിംഗ് ഡോഗ്സ്, അവരുടെ കുരക്കുന്ന നായകളെ, വേട്ടനായകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടു പ്ലീസ് ദ എൽപ്പിംഗ് ഡോഗ്സ്, നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഈ ഹണ്ടേഴ്സ്, വേട്ടക്കാർ റാബിറ്റ്സിനെ പിടികൂടുന്നത്, അതായത് ആ മതിലിൻ്റെ മാളങ്ങളിൽ, പൊത്തുകളിൽ ഒളിച്ചിരിക്കുന്ന മുയലുകളെ പിടികൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്ലീസ് ദ എൽപ്പിംഗ് ഡോഗ്സ്. എൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബാർക്കിംഗ് ഡോഗ്സ്, അവരുടെ കരയുന്ന, കുരക്കുന്ന ഡോഗ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ മുയലുകളെ പിടികൂടുന്നു. സ്പീക്കർ സേസ് ദാറ്റ്, സ്പീക്കർ പറയുന്നു, ദ ഗ്യാപ്സ് ഐ മീൻ, ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു, ആ മതിലുണ്ടാകുന്ന ഗ്യാപ്പ്, വിടവുകൾ. ഐ മീൻ, ഞാൻ അർത്ഥമാക്കുന്നു, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. നോ വൺ ഹാസ് സീൻ ദം, അവരാണ്, ആ ഹണ്ടേഴ്സാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും കാണുകയോ, ഓർ ഹേർഡ് ദ മെയ്ഡ്, അവരാണ് ആ ഗ്യാപ്പ് ഉണ്ടാക്കിയത് എന്ന് അവരെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരാണ് ഹണ്ടേഴ്സാണ് ഈ ഗ്യാപ്പ് ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല, അല്ലേ? സ്പീക്കർ ഈസ് ഗസ്സിങ്. സ്പീക്കർ ഒരു ഗസ് വർക്ക് നടത്തുകയാണ്, ഊഹിക്കുകയാണ്. അവരാകാം എന്ന് ഊഹിക്കുകയാണ്. അപ്പോൾ നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സാണ് ആ ഒരു മതിലിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയത്, ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ, അവരെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ല.
പക്ഷേ അറ്റ് സ്പ്രിംഗ് സീസൺ വരുമ്പോൾ, അതായത് മെൻഡിങ് ടൈം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, പിന്നെ പോയറ്റ് സൂചിപ്പിക്കുന്നത്. അതായത് വസന്തകാലത്തെ സ്പ്രിംഗ് സീസണെ ഒരു മെൻഡിങ് ടൈമായിട്ട്, കാരണം എല്ലാ വർഷത്തിലും സ്പ്രിംഗ് സീസണിലാണ് ഈ മതിൽ എന്ത് ചെയ്യുന്നത്, ദേ ആർ റിപ്പയറിങ്, അവർ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് സ്പ്രിംഗ് സീസണിൽ, അതായത് മെൻഡിങ് ടൈമായ റിപ്പയർ ടൈമായിട്ടുള്ള സ്പ്രിംഗ് സീസണിൽ വി ഫൈൻഡ് ദ ഗ്യാപ്സ് ദർ, ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ആ മതിലിൽ പല സ്ഥലങ്ങളിലും വിടവുകൾ കാണാറുണ്ട്. അങ്ങനെ ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ. പോയറ്റ് എന്ത് ചെയ്യുന്നു, ഐ ഇൻഫോം മൈ നെയ്ബർ ഹൂ ഈസ് ലിവിങ് ബിയോണ്ട് ദ ഹിൽ. കുന്നിനപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ അയൽവാസിയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വിവരം അറിയിക്കുന്നു. ഈ എന്തിനെ കുറിച്ച്, അബൌട്ട് ദ ഡിസ്ട്രക്ഷൻ ഓൺ ദ വാൾ, മതിലിലുള്ള ആ ഗ്യാപ്പിനെ കുറിച്ചിട്ട്, ആ തകർച്ചയെ കുറിച്ചിട്ട് ഞാൻ വിവരം അറിയിക്കുന്നു. അപ്പോൾ അയാളും സ്പീക്കറുടെയും അയാളുടെ അയൽവാസിയുടെയും ഇടയിൽ പ്രോപ്പർട്ടിയെ, ലാൻഡിനെ ഡിവൈഡ് ചെയ്യുന്ന മതിലാണിത്. ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ. കുന്നിനപ്പുറത്ത് ജീവിക്കുന്ന എൻ്റെ അയൽവാസിയെ ഞാൻ വിവരമറിയിക്കുന്നു. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വോക്ക് ദ ലൈൻ. ആൻഡ് ഓൺ എ ഡേ, ഒരു ദിവസം, വി മീറ്റ്, ഞങ്ങൾ കണ്ടുമുട്ടുന്നു, ടു വാക്ക് ദ ലൈൻ, ആ മതിലിൻ്റെ അരികിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി? ടു ചെക്ക് ദ ഡാമേജ് ഓഫ് ദ വാൾ. ആ മതിലിൻ്റെ ഡാമേജ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഞങ്ങൾ അതിൽ നടന്നു പോകാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ആ മതിലിൻ്റെ സമീപം ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. എന്നിട്ടോ, ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. ആൻഡ് സെറ്റ് ദ വാൾ ആൻഡ് റിപ്പയർ ദ വാൾ. ഞങ്ങൾ ആ മതിൽ നന്നാക്കുന്നു, ബിറ്റ്വീൻ അസ്, ഞങ്ങൾക്കിടയിലുള്ള ആ മതിൽ നന്നാക്കുന്നു, വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തുടർച്ചയായൊരു പ്രവർത്തനമാണ്. എന്ത്? every year at spring season they repair the wall between them. അവർക്കിടയിലുള്ള ആ മതിൽ എല്ലാ വർഷവും സ്പ്രിംഗ് സീസണിൽ നന്നാക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് എന്താ പറയുക, സ്ഥിരമായ തുടർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് പറയുന്നത്, എന്ത്? ഒരിക്കൽ കൂടി ഞങ്ങൾക്കിടയിലുള്ള ആ മതിൽ ഞങ്ങൾ നന്നാക്കുന്നു. We keep the wall between us as we go. We keep the wall. We repair the wall. ഞങ്ങൾ ആ മതിലിനെ നന്നാക്കുന്നു. ബിറ്റ്വീൻ അസ്, ഞങ്ങൾക്കിടയിലുള്ള, ആസ് വി ഗോ, ഞങ്ങൾ നടന്നു പോകുമ്പോൾ. പോയറ്റ് വാക്സ് ഓൺ ഹിസ് സൈഡ്. പോയറ്റ് തൻ്റെ സ്ഥലത്തിലൂടെയാണ് നടക്കുന്നത്, മതിലിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ. പോയറ്റിൻ്റെ നെയ്ബർ അയാളുടെ സ്ഥലത്തുള്ള മതിലിൻ്റെ അടുത്തുകൂടെ നടക്കുന്നത്. അപ്പോൾ രണ്ടു പേരും സൈഡിലൂടെ നടന്നു പോകുമ്പോൾ, രണ്ടാളുടെയും സ്ഥലത്ത് നിന്ന് നടന്നു പോകുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? മതിൽ റിപ്പയർ ചെയ്യുന്നു, നന്നാക്കുന്നു. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫോൾൺ ടു ഈച്ച്. ടു ഈച്ച് ഓരോ വ്യക്തിക്കും, അവിടെ ഓരോ വ്യക്തിക്കും എന്ന് പറയുന്നത് ടു ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ, സ്പീക്കർക്കും അതുപോലെ തന്നെ സ്പീക്കറുടെ പോയറ്റിൻ്റെ അയൽവാസിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥലത്തേക്കും. ദ ബൗൾഡേഴ്സ് എന്ന സ്റ്റോൺസ്, കല്ലുകൾ, ദാറ്റ് ഹാവ് ഫോളൺ ടു ഈച്ച്. ഇവിടെ രണ്ടാമത്തെ ഈച്ച് ഉദ്ദേശിക്കുന്നത് ടു ഈച്ച് സൈഡ്, ഓരോ ഭാഗത്തേക്കും കല്ലുകൾ വീണിട്ടുണ്ട്. ആ ലൈൻസ് പറയുന്നത് ഓരോ ഭാഗത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? മതിലിൻ്റെ മുകളിൽ നിന്ന് കല്ലുകൾ ഓരോരുത്തർക്കും വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പോയറ്റിൻ്റെ ഭാഗത്തേക്ക് കല്ലുകൾ വീണ് കിടക്കുന്നുണ്ട്. പോയറ്റിൻ്റെ എതിർവശമായിട്ടുള്ള പോയറ്റിൻ്റെ നെയ്ബറുടെ സ്ഥലത്തേക്കും മതിലിൻ്റെ മുകളിൽ നിന്ന് പല കല്ലുകളും വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഓഫ് ദം ഹാവ് ടു വർക്ക് ടുഗെദർ ടു റിപ്പയർ ദ വാൾ. ആ മതിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സം ആർ ലോവ്സ്.
ഇനി ആ കല്ലുകളുടെ അവസ്ഥ പറയാം. ആ കല്ലുകൾ അങ്ങനെ വർഷം ആ മതിൽ നന്നാക്കിയിട്ട് ആ കല്ലുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കല്ലിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. സം ആർ ലോവ്സ്, ചില കല്ലുകൾ റൊട്ടി കഷ്ണങ്ങളെ പോലെയാണ്. ഇത് മെറ്റഫറിന് എക്സാമ്പിളാണ് കേട്ടോ. ലോവ്സ് ആർ റൊട്ടി കഷ്ണങ്ങൾ. ആൻഡ് സം സോ നിയർലി ബോൾസ്, ചില കല്ലുകൾ ഏകദേശം പന്തുകളെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്ത ഷേപ്പിലുള്ള കല്ലുകൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന പ്രയാസമാണ്. അതുകൊണ്ട് പറയുന്നു വി ഹാവ് ടു യൂസ്, ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് എ സ്പെൽ, ഒരു മാജിക്, ടു മേക്ക് ദം ബാലൻസ്, ആ കല്ലുകളെ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ. കാരണം വ്യത്യസ്ത ഷേപ്പിലുള്ള കല്ലുകളെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നിർത്താൻ കഴിയാൻ പറ്റൂല, പ്രയാസമാണ്. അതുകൊണ്ട് അതിനെ ഒരു മതിൽ പോലെ നിർത്തണമെങ്കിൽ ഞങ്ങൾക്കൊരു വല്ല മാജിക്കും വേണ്ടി വരുമെന്ന് തമാശ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് പോയിട്ട് സ്പീക്കർ പറയുന്നു. എന്നിട്ട് കല്ലിനോട് പറയുന്നു, മതിലിനോട് പറയുന്നു, സ്റ്റേ വേർ യു ആർ അൻറ്റിൽ അവർ ബാക്സ് ആർ ടേൺഡ്, ഞങ്ങൾ തിരിയുന്നത് വരെയെങ്കിലും പിന്നെ മതിലിനോട് പറയുന്നു, നീ എന്ത് ചെയ്യണം, ഒന്ന് നേരെ നിൽക്കണം, പൊളിഞ്ഞു വീഴരുത് എന്ന് പറയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആക്ച്വലി എന്ത് ചെയ്യാണ്, ദ പോയറ്റ് ഈസ് നോട്ട്, ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ആർ നോട്ട് കോൺഫിഡൻറ്റ് എബൌട്ട് ദ വാൾ. ആ വാളിൻ്റെ കാര്യത്തിൽ മതിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ആർക്ക് ആത്മവിശ്വാസമില്ല, പോയറ്റിനും അല്ലെങ്കിൽ സ്പീക്കർക്കും അയാളെ അയൽവാസിക്കും ആത്മവിശ്വാസമില്ല. കാരണം ആ ഒരു അവസ്ഥയിലാണ് ആ ഓരോ കല്ലിൻ്റെയും എന്താ പറയുക ഷേപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഓരോ കല്ലിൻ്റെയും അവസ്ഥ. അപ്പം വ്യത്യസ്ത ഷേപ്പിലുള്ള കല്ലുകളെ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നേരിടുന്നൊരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദേ യൂസ് ടു വാക്ക്, അവർ നടക്കുമായിരുന്നു, എലോങ് ദ വാൾ, മതിലിൻ്റെ അടുത്തുകൂടെ, ആൻഡ് മെൻഡ് ദെയർ റെസ്പെക്റ്റീവ് സൈഡ്സ്, മെൻഡ് അവർ റിപ്പയർ ചെയ്യുകയും ചെയ്യും, എന്ത്, ദെയർ റെസ്പെക്റ്റീവ് സൈഡ്, അവരുടെ ഭാഗം എന്ന് പറഞ്ഞാൽ പോയറ്റ് എന്ത് ചെയ്യും, പോയറ്റിൻ്റെ ഭാഗം, മതിലിൻ്റെ ഭാഗം ശരിയാക്കും, പോയറ്റിൻ്റെ അയൽവാസി എന്ത് ചെയ്യും, അയാളുടെ ഭാഗം ശരിയാക്കും. ദ സ്റ്റോൺസ് ആർ അൺഈവൻ ആൻഡ് കനോട്ട് ബി പ്ലേസ്ഡ് പ്രോപ്പർലി, കല്ലുകളൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ്, അതുകൊണ്ട് ശരിയായ രീതിയിൽ വെക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് ദ നരേറ്റർ ഫീൽസ്, നരേറ്റർക്ക് തോന്നുകയാണ് എന്ത്, സം മാജിക്കൽ ചാം ഈസ് നീഡഡ് ഫോർ ഇറ്റ്, അതിനെ നിലനിർത്തണമെങ്കിൽ ചില മന്ത്രം തന്നെ വേണ്ടി വരും, മാജിക് തന്നെ വേണ്ടി വരും, ആവശ്യമായി വരുമെന്ന് ആർക്ക് ഫീൽ ചെയ്യുകയാണ്, പോയറ്റിന് ഫീൽ ചെയ്യുന്നു. വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡിലിംഗ് ദം. പോയറ്റ് സേസ് ദാറ്റ് their fingers have become rough by the use of or by using stones, by taking and they are taking and putting the stones on the top of the wall in order to keep the wall straight. അതായത് ഞങ്ങളുടെ വിരലുകളൊക്കെ വളരെ റഫായിട്ടുണ്ട്. അതായത് ആ മതിലിൻ്റെ മുകളിലേക്ക് താഴെ നിന്ന് കല്ലുകൾ ഒരറ്റം മുതൽ അതിൻ്റെ അവസാനം വരെ മറ്റേ അറ്റം വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ രണ്ടാളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കല്ലുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആ കല്ലുകൾ ഇങ്ങനെ ഉപയോഗിച്ചത് കാരണം, ആ കല്ലുകൾ ഹാൻഡിൽ ചെയ്തത് കാരണം ഞങ്ങളുടെ വിരലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരിക്കമായിട്ടുണ്ട്, റഫായിട്ടുണ്ട് എന്നാണ്. വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡിലിംഗ് ദം, ഞങ്ങൾ ആ കല്ലുകൾ കൈകാര്യം ചെയ്ത കാരണത്താൽ ഞങ്ങളുടെ വിരലുകളൊക്കെ പരിക്കമായിട്ടുണ്ട്. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ പോയറ്റ് ഹിംസെൽഫ് ഓർ സ്പീക്കർ ഹിംസെൽഫ്. സ്പീക്കറുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. ഈ ലൈന് നോക്കുക. അതായത് ആസ് ഫാർ ആസ് കൺസേൺഡ് ദ പോയറ്റ്, ഇറ്റ് ഈസ് ലൈക്ക് പ്ലേയിങ് ആൻ ഔട്ട്ഡോർ ഗെയിം. പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം പോയറ്റ് പറയുന്നു, ഈ മതിലിൻ്റെ മുകളിലേക്ക് കല്ലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിം കളിക്കുന്നത് പോലെയാണ്. കണ്ടോ, ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. ഇതൊരു ഔട്ട്ഡോർ ഗെയിം കളിക്കുന്നത് പോലെയാണ്. വൺ ഓൺ എ സൈഡ്, ഒരു ഭാഗത്ത് ഒരാൾ, മറുഭാഗത്ത് മറ്റൊരു കളിക്കാരൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് പ്ലേയിങ് എ വോളിബോൾ, അല്ലേ, വോളിബോൾ കളിക്കുന്നത് പോലെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്, റെഫർ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അതായത് വോളിബോൾ ആണെങ്കിൽ നടുവിലൊരു മിഡിലൊരു നെറ്റ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ഒരു കളിക്കാരൻ ഉണ്ടാവും, മറുഭാഗത്ത് എതിർ ടീമിലെ കളിക്കാരുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു. ഇതാണ്, ഇങ്ങനെയാണല്ലോ വോളിബോൾ കളിക്കുന്നത്. അപ്പോൾ അതിനോട് കമ്പാരിസൺ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, ഇവിടെ പോയറ്റ് ചെയ്യുന്നത്. അതായത് മതിലിൻ്റെ ഒരു ഭാഗത്ത് പോയറ്റ് എന്ത് ചെയ്യുന്നു, കല്ലുകളെടുത്ത് മതിലിൻ്റെ മുകളിലേക്ക് വെക്കുന്നു, മറുഭാഗത്ത് പോയറ്റിൻ്റെ അയൽവാസി നെയ്ബർ എന്ത് ചെയ്യുന്നു, കല്ലുകളെടുത്ത് വെക്കുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് ആൻ ഔട്ട്ഡോർ ഗെയിം, ഒരു ഔട്ട്ഡോർ ഗെയിം കളിക്കുന്നത് പോലെയാണ്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. ഹീ കൺസിഡേഴ്സ് നത്തിങ് ഇൻ ഇറ്റ്. അതായത് അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് നത്തിങ് സീരിയസ്. പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം, സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിലൊരു ഗൗരവവും കാണുന്നില്ല. ഇതൊരു
ഒരു ഗെയിം പ്ലേ ചെയ്യുന്നത് പോലെയാണ്, കളിക്കുന്നത് പോലെയാണ്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. ദർ ഈസ് നത്തിങ് ഇൻ റിപ്പയറിങ് ദ വാൾ. ആ മതിൽ റിപ്പയർ ചെയ്യുന്നതിൽ ഒരു സീരിയസ്നെസ്സും അദ്ദേഹം കാണുന്നില്ല. അതിന് എക്സ്പ്ലനേഷൻ നോക്കൂ. ദ പ്രോസസ് ഓഫ് ഹാൻഡിലിംഗ് ദ സ്റ്റോൺസ്, കല്ലുകൾ കൈകാര്യം ചെയ്യുന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ മാനേജ് ചെയ്തതുകൊണ്ട് മേക്സ് ദയർ ഫിംഗേഴ്സ് റഫ്, അവരുടെ വിരലുകളൊക്കെ പരുക്കമായിട്ടുണ്ട്. പക്ഷേ ദേ ലുക്ക് അപ്പോൺ ഇറ്റ് ആസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഇതവരൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ് അവരിതിനെ കാണുന്നത്. ഇത് വൺ പ്ലെയർ ഓൺ ഈച്ച് സൈഡ്, ഓരോ ഭാഗത്തും ഓരോ പ്ലെയർ നിന്നുകൊണ്ട് ഔട്ട്ഡോർ കളിക്കുന്നത് പോലെയാണ് അവരിതിനെ കാണുന്നത്. നമ്മൾ ഷട്ടിൽ പോലെ അല്ലെങ്കിൽ വോളിബോൾ പോലെയൊക്കെ ആയിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം. There where it is we do not need the wall. There where it is we do not need the wall. The poet or the speaker says that we do not need a wall anywhere in the place. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു മതിലിൻ്റെ ആവശ്യം ഒരിടത്തും ഇല്ല. കാരണം പറയുന്നുണ്ട്, ഹി ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചഡ്. അതായത് ഹി ഈസ് ഗ്രോയിങ്, മൈ നെയ്ബർ ഈസ് ഗ്രോയിങ് പൈൻ ട്രീസ്. എൻ്റെ അയൽവാസി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പൈൻ മരങ്ങളാണ്. ഹി ഈസ് ഓൾ പൈൻ മീൻസ് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ് അതൊക്കെ. ഹി ഈസ് ഓൾ പൈൻ മീൻസ് ഹി എന്ന് പറയുന്നതോടെ പോയറ്റിൻ്റെ അയൽവാസി. ഹി ഈസ് ഓൾ പൈൻ, ഹി ഹാസ് പ്ലാന്റഡ് പൈൻ ട്രീസ്. എൻ്റെ അയൽവാസി പ്ലാൻ ചെയ്തിരിക്കുന്നത്, വളർത്തുന്നത് പൈൻ മരങ്ങളാണ്. ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചഡ് എന്ന് പറഞ്ഞാൽ ഐ ആം പ്ലാന്റിങ് അല്ലെങ്കിൽ ഐ ഹാവ് പ്ലാന്റഡ് ആപ്പിൾ ട്രീസ്. ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ വളർത്തുന്നത് ആപ്പിൾ മരങ്ങളാണ്. ഓർച്ചഡ് എന്ന തോട്ടം, ആപ്പിൾ തോട്ടങ്ങളാണ് ഞാൻ വളർത്തുന്നത്. മൈ ആപ്പിൾ ട്രീസ്, എൻ്റെ ആപ്പിൾ മരങ്ങൾ വിൽ നെവർ ഗെറ്റ് എക്രോസ്, ഒരിക്കലും അതെന്ത് ചെയ്യില്ല, അത് ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയില്ല. എങ്ങോട്ട്? എൻ്റെ അയൽവാസിയുടെ സ്ഥലത്തേക്ക്. എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും എന്തില്ല, മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ മൂവ് ടു ദ പ്ലേസ് ഓഫ് മൈ നെയ്ബർ. അല്ലേ, എൻ്റെ അയൽവാസിയുടെ സ്ഥലത്തേക്ക് ഒരിക്കലും എൻ്റെ ആപ്പിൾ മരങ്ങൾ പോകില്ല. എന്നിട്ടോ ആൻഡ് ഈറ്റ്, കഴിക്കുകയില്ല എന്ത്, ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്, അദ്ദേഹത്തിൻ്റെ പൈൻ മരങ്ങൾക്ക് ചുവട്ടിലുള്ള കോൺസ്, ഫ്രൂട്ട്സ്, പഴങ്ങൾ എന്ത് ചെയ്യൂല, ഒരിക്കലും കഴിക്കുകയില്ല. ഈ കാര്യം എന്ത് ചെയ്യാറുണ്ട്, ഐ ടെൽ ഹിം, ഞാൻ അയാളോട് പറയാറുണ്ട്. എൻ്റെ ആപ്പിൾ മരങ്ങൾ നടന്നു പോയി അയാളുടെ പൈൻ മരങ്ങളെ നശിപ്പിക്കുകയോ അതിലുള്ള ഫ്രൂട്ട്സോ എന്ത് ചെയ്യൂല, കഴിക്കുകയില്ല. അതിൻ്റെ ചുവട്ടിലുള്ള ഫ്രൂട്ട്സോ കഴിക്കുകയില്ല. പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കോൺസ് കണ്ടോ, അതായത് കോൺസ് ഓഫ് പൈൻ ട്രീസ് അവിടെ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെ എന്ത് ചെയ്യൂല, പൈൻ ട്രീസിലെ കോൺ ഒരിക്കലും എന്ത് ചെയ്യൂല, കഴിക്കുകയില്ല ഫ്രൂട്ട്സ്. അത് ഞാൻ എന്ത് ചെയ്യും, അയാളോട് പറയും. പക്ഷേ വളരെയധികം ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള, അതായത് വാട്ട് എവർ ദ ഫോർ ഫാദേഴ്സ് സെയ്സ് ഹി വിൽ ഫോളോ, അതായത് എന്താണോ പൂർവികരായ ആളുകൾ പറയുന്നത് അത് അങ്ങനെ മുറുകെ പിടിച്ച് ബ്ലൈൻഡ് ബിലീഫ്, അന്ധമായ വിശ്വാസമുള്ള ഒരാളാണ് ആര്, പോയറ്റിൻ്റെ അയൽവാസി. അയാൾ എന്ത് പറയുന്നു, ഹി ഓൺലി സേസ്, എന്തെന്നെ പറഞ്ഞാലും അയാൾ എന്താ പറയാം, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ഗുഡ് വാൾസ് കീപ്പ് ഗുഡ് റിലേഷൻ എന്നാണ് പറയാം. ഗുഡ് ഫെൻസസ്, നല്ല വേലികൾ അല്ലെങ്കിൽ നല്ല മതിൽക്കെട്ടുകൾ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല അയൽവാസികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അതായത് പോയറ്റിൻ്റെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ നല്ല വേലികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മതിലുകൾ ഉണ്ടെങ്കിലേ അവിടെ നല്ല അയൽപ്പക്ക ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വിശ്വാസമാണ് ആർക്കുള്ളത്, പോയറ്റിൻ്റെ നെയ്ബർക്കുള്ളത്. എക്സ്പ്ലനേഷൻ നോക്കുക, അതിൻ്റെ സ്റ്റാൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ദ നരേറ്റർ വാണ്ട്സ് ടു കൺവിൻസ്, നരേറ്റർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നരേറ്റർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ്. വാണ്ട്സ് ടു കൺവിൻസ് ഹിസ് നെയ്ബർ, തൻ്റെ അയൽവാസിയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് എന്ത്, ദർ ഈസ് നോ നീഡ് ഓഫ് വാൾ, ഒരു മതിലിൻ്റെ ആവശ്യം അവർക്കിടയിൽ ഇല്ല എന്ന കാര്യം. കാരണം ഹി ഹാസ് ഗോട്ട് ആപ്പിൾ ഓർച്ചഡ്, അയാൾക്കുള്ളത് ആപ്പിൾ തോട്ടങ്ങളാണ്. ആർക്ക്, പോയറ്റിനുള്ളത്. ആൻഡ് ദ നെയ്ബർ അയൽവാസിക്കുള്ളതോ ഹാസ് പൈൻ ട്രീസ്, പൈൻ മരങ്ങളും ഉള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഹിസ് നെയ്ബർ ആൻസേഴ്സ്, പോയറ്റിൻ്റെ നെയ്ബർ ഉത്തരം നൽകുന്നു, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകളാണ് നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു.